അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മളെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കൊല്ലപരീക്ഷയ്ക്ക് ലിസാനിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. ആദ്യത്തെ പ്രവർത്തനം നുക്കമ്മിലു ബി അദദിൽ മുനാസിബി, യോജിച്ച എണ്ണം കൊണ്ട് പൂർത്തിയാക്കാനാണ്. 1 ഇൻദ അബി, എൻ്റെ പിതാവിൻ്റെ അടുക്കലുണ്ട്. അതിന് യോജിച്ച ബ്രാക്കറ്റിലുണ്ടാകും. ഇൻദ അബി 20 കിതാബൻ, 20 കിതാബൻ. 2 അല ത്വാവിലത്തി, മേശയുടെ മുകളിലുണ്ട് എന്ത്? 17 സാഅത്ത്, 17 വാച്ചുകൾ. ഇനി 3 റഅയ്തു 11 കൗക്കബൻ. പിന്നെ അറിയാലോ, റഅയ്തു 11 കൗക്കബൻ. ഇനി അടുത്ത പ്രവർത്തനം നുസരിഫു, സറഫാക്കി എഴുതാനാണ്. 1 ലാ തഷ്റബ്, ലാ തഷ്റബ, ലാ തഷ്റബു, ലാ തഷ്രിബി, ലാ തഷ്റബ, ലാ തഷ്റബ്ന. 2 ഖുൽ, അംബ്രാണ്, അംബ്ര ഹാലർ. ഖുൽ ഖൂലാ ഖൂലു, ഖൂലി ഖൂലാ ഖുൽന. ഖുൽ ഖൂലാ ഖൂലു, ഖൂലി ഖൂലാ ഖുൽന. 3 മാ ജലസ, മാ ജലസ, മാ ജലസ, മാ ജലസു, മാ ജലസത്, മാ ജലസത, മാ ജലസ്ന. അത് മാദി മംഫിയാണ്. ഇനി 4 ലാ തക്ദിബീന, ലാ തക്ദിബീന, ലാ തക്ദിബാനി, ലാ തക്ദിബ്ന, ലാ അക്ദിബു, ലാ നക്ദിബു. ഇനി അടുത്ത പ്രവർത്തനം നക്തുബുൽ മജ്ഹൂല ലിൽ അഫ്ആലിൽ ആതിയത്തി, താഴെ തന്നിട്ടുള്ള ഫിഅലുകളിൽ മുളാരി ഉണ്ട്, മാളി ഉണ്ട്, അതിൻ്റെ മജ്ഹൂൽ എഴുതാനാണ്. ഇവിടെ തന്നിട്ടുള്ളത് മുഴുവനും മഅറൂഫാണ്, അതിനെന്ത് ചെയ്യുക? മജ്ഹൂലാക്കുക. 1 ഖതല, അതിൻ്റെ മജ്ഹൂൽ ഖുതില. 2 മദ്ദ, അതിൻ്റെ മജ്ഹൂൽ മുദ്ദ. 3 അമറ, അതിൻ്റെ മജ്ഹൂൽ ഉമിറ. 4 ജമഅ, ജമഅ എന്നുള്ളതിൻ്റെ മജ്ഹൂൽ ജുമിഅ. 5 യഅ്കുലു, മജ്ഹൂൽ യുഅ്കലു. അലു, മജ്ഹൂൽ യുസ്അലു. 7 യബീഉ, മജ്ഹൂൽ യുബാഉ. 8 യക്തുബു, മജ്ഹൂൽ യുക്തബു. ഇനി അടുത്ത പ്രവർത്തനം നുജീബു, ഉത്തരം എഴുതാം. ചോദ്യം 1 അൽ അംറുൽ ഹാലിറു അഹുവ, അംറ് ഹാലിർ എന്നാൽ എന്താണ്? അംറ് ഹാലിർ എന്ന് പറഞ്ഞാൽ അൽ അംറുൽ ഹാലിറു ഫിഅലുൻ യദുല്ലു അലാ ത്വലബി അംറിൻ മിൻ മുഖാത്തബിൻ. അത് നമ്മൾ അറബിയിൽ തന്നെ എഴുതണം, ഒരിക്കലും അറബി മലയാളത്തിൽ എഴുതിയാൽ ശരിയാവില്ല, അതിന് മാർക്ക് ഇടൂല. ചോദ്യം 2 കൈഫ യുൻഷിഉ നഹിയു മിനൽ മുളാരി, മുളാരിയിൽ നിന്ന് നഹീനെ എടുക്കപ്പെടുന്നത് എങ്ങനെയാണ്, ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം യുൻഷിഉ മിനൽ മുളാരി, മുളാരിയിൽ നിന്ന് ഉണ്ടാക്കുന്നത് ബി വളഇ ലാ ഫി അവ്വലിഹി, അതിൻ്റെ തുടക്കത്തിൽ ലാ എന്ന ഹറഫിന് വക്കൽ കൊണ്ടും വബി ജസ്മി ആഖിരിഹി, അവസാനത്തതിന് ജസ്മ് ചെയ്യൽ കൊണ്ടും, അതായത് സുക്കൂൻ ചെയ്യൽ കൊണ്ടുമാണ്. ഇനി ചോദ്യം 3 അൽ ജുംലത്തുൽ ഇസ്മിയത്തു മാഹിയ, ജുംലത്തുൽ ഇസ്മിയ എന്നാൽ എന്താണ്? ഉത്തരം അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ തുസമ്മ ജുംലത്തൻ ഇസ്മിയത്തൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കണം. അതുപോലെ ജുംലത്തുൽ ഫിഅലിയും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. 4 അൻ നഹിയു നൗആനി മാഹുമ, നഹി 2 വിധമാണ്. ഏതൊക്കെയാണ്? ആ 2 എണ്ണം, നഹി ഹാദിറും നഹി ഗായിബും. ഇനി അടുത്ത പ്രവർത്തനം നുമയ്യിസുൻ നഅത വൽ മൻഊത മിമ്മാ യഅതി, താഴെ തന്നതിൽ നിന്ന് നഅത്ത് മൻഊത്ത് എന്നിങ്ങനെ വേർതിരിക്കുക. 1 ഹാദാ ഖലമുൻ ജദീദുൻ, ഇത് പുതിയ പേനയാണ്. ഇതിലെ നഅത്ത്
ജദീദുൻ എന്നുള്ളതാണ് വിശേഷണം, ജദീദുൻ. ഖലമുൻ എന്നതാണ് മനുഅത്ത്. 2 ഹുവ വലതുൻ സാലിഹുൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വിശേഷണം ഏതാണോ അതാണ് നഅത്ത്. ഇതിൽ സാലിഹുൻ എന്നുള്ളതാണ് നഅത്ത്, അതൊരു വിശേഷണമാണല്ലോ. ആരാണ് മനുഅത്ത്? വലതുൻ, ആൺകുട്ടി. ആൺകുട്ടി സാലിഹാണ്. 3 അൽ കഅബത്തു ഫിൽ മക്കത്തിൽ ഷരീഫത്തി. കഅബ മക്ക ഷരീഫയിലാണ്. അപ്പം അത് ഇതിലേതാണ് നഅത്ത്? ഷരീഫത്തിൻ എന്നുള്ളതാണ് നഅത്ത്. മക്കയാണ് മനുഅത്ത്. 4 ത്വലഅ അൽ ബദറു അൽ മുനീറു. ത്വലഅ അൽ ബദറുൽ മുനീറു. ഇതിൽ മുനീറു എന്നുള്ളത് നഅത്ത്, മുനീറു എന്നുള്ളത് നഅത്തും അതുപോലെ തന്നെ ബദറു എന്നത് മനുഅത്തുമാണ്. ഇനി അടുത്ത പ്രവർത്തനം നുക്കമ്മിലു, നമുക്ക് പൂരിപ്പിക്കാം. 1 അന്നഅത്തു യത്ബഉൽ മനുഅത്ത ഫി ഡാഷ് വത്ത് ഇനീസി ഡാഷ് വത്തസ്നിയത്തി ഡാഷ് വൽ ഇറാബി. ഇത് പൂരിപ്പിക്കാനാണ്. ഇത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടത് കാണാതെ പഠിക്കാം. പൂരിപ്പിച്ചു കൊടുക്കാം. അന്നഅത്തു യത്ബഉൽ മനുഅത്ത ഫി തദ്കീരി വത്ത് ഇനീസി വൽ ഇഫ്റാദി വത്തസ്നിയത്തി വൽ ജംഇ വൽ ഇറാബി വത്തൻകീരി വത്തഅരീഫി. ഇതിൽ മുഴുവനായി നിങ്ങൾ പഠിക്കണം. ഇതുള്ളത് 9ാമത്തെ പാഠത്തിൽ ലാസ്റ്റത്തെ 2 വരി കാണാം. 27ാമത്തെ പേജിൽ ലാസ്റ്റത്തെ 2 വരി. ഇനി അടുത്ത പ്രവർത്തനം നുഅരിബു, നമുക്ക് അറബിയാക്കാനാണ്. 1 പുസ്തകം പുതിയതാണ്. അൽ കിതാബു ജദീദുൻ. 2 എൻ്റെ സഹോദര, നീ ഒരിക്കലും കളവ് പറയരുത്. എങ്ങനെ അറബിയിലാക്കാം? ആദ്യം എൻ്റെ സഹോദര, യാ അഖി ലാ തക്ദിബ് അബദൻ. എൻ്റെ സഹോദര, നീ ഒരിക്കലും കളവ് പറയരുത്. യാ അഖി ലാ തക്ദിബ് അബദൻ. അടുത്ത പ്രവർത്തനം നുതർജിമു, പരിഭാഷപ്പെടുത്താനാണ്. 1 ഇഷ്തറൈതു ഖലമൻ ജദീദൻ. ഞാൻ പുതിയ പേന വാങ്ങി. 2 ലിയദുറുസ് കുല്ല ത്വാലിബിൻ ദർസഹു. എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പാഠം പഠിക്കട്ടെ. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള ലിസാനിലെ ചോദ്യങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.